ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഖുലയെക്കുറിച്ചാണ്. ഖുല എന്ന് ഭൂരിഭാഗം മുസ്ലിം സ്ത്രീകളും കേട്ടിട്ടുണ്ടാവില്ല. കാരണം അത് ഒരു വിധം മദ്രസയിലും അല്ലെങ്കിൽ ഒരു ഒരു വയലിലോ അങ്ങനെ ഒരു റിലീജിയസ് ടോക്കിലൊന്നും കാര്യമായിട്ട് പറയാത്തൊരു കാര്യമാണ് ഖുല. കാരണം ഇത് സ്ത്രീകൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഡിവോഴ്സാണ്. പിന്നെ ഒരു ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് ഒരാളില്ല. അത് ലേഡി ആയാലും ശരി, ജെൻസ് ആയാലും ശരി, ആരായാലും ശരി, പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമേ ഇല്ല. അപ്പോൾ കുറേ വിട്ടുവീഴ്ചകൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചിട്ട് ഒരു സെക്ഷൽ പെർവേർട്ടിനെയോ അല്ലെങ്കിൽ ഒരിക്കലും ഒരു പാർട്ട്ണറായി ജീവിക്കാൻ പറ്റാത്ത ഒരാളെയോ അതല്ലെങ്കിൽ ഒരു വളരെ ടോക്സിക് ആയ ഒരാളെയോ അല്ലെങ്കിൽ ഒരു നാർസിസ്റ്റ് ആയ ആളെയോ ഒരു സ്ത്രീയും സഹിക്കേണ്ട. അത് ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആൾ അത്ര പെർഫെക്ഷനല്ല, ഒരു 30% പോലും നമുക്ക് അയാളുടെ ഒരു സ്നേഹമോ കെയറോ റെസ്പെക്റ്റോ ഒന്നും കിട്ടില്ല എന്ന്. അങ്ങനത്തെ ഒരാളായിട്ട് നിങ്ങൾ ജീവിതകാലം മുഴുവൻ കഴിയേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം ജീവിതം മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്തിറങ്ങാത്തോളം കാലം നിങ്ങൾ ഒരുപാട് സഹിക്കേണ്ടി വരും. പിന്നെ ഇനി ഖുലേനെ കുറിച്ച് പറയാം. പല രീതിയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഡിവോഴ്സ് ഉണ്ട്. അതിൽ മെയിനായിട്ട് തലാഖാണ്. തലാഖ് വെച്ചാൽ ട്രിപ്പിൾ തലാഖ് ഓൾറെഡി ട്രിപ്പിൾ തലാഖ് ബാൻ ചെയ്തിട്ടുണ്ട്. ട്രിപ്പിൾ തലാഖിലൂടെ നമുക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലാതാവാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ട്രിപ്പിൾ തലാഖ് ഈവൻ ഇൻ ഖുറാൻ ട്രിപ്പിൾ തലാഖ് പറയുന്ന സിറ്റുവേഷൻസ് വളരെ വളരെ റയർ സിറ്റുവേഷൻസാണ്. ബാക്കി എല്ലാത്തിനും ഒരു തലാഖ് ചൊല്ലി പിന്നെ ഒരു മാസത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് പിറ്റത്തെ തലാഖ്, അങ്ങനെ ഒരു 3-4 മാസത്തെ ഗ്യാപ്പിലാണ് സാധാരണ തലാഖ് നടക്കേണ്ടത്. എന്നാലോ നമ്മൾ മനസ്സുകൊണ്ട് അന്യോന്യം അംഗീകരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും അയാളെ മിസ് ചെയ്യുന്നുണ്ടോ, അതോ അയാൾക്ക് ഇപ്പോൾ സപ്പോസ് വേറെ ലൈഫൊക്കെ ഉണ്ട് അല്ലെങ്കിൽ സെക്കൻഡ് മാരേജ് നടത്താൻ പോകുന്നു, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിൽ ട്രിപ്പിൾ തലാഖ് നല്ലതാണ്. ഞാൻ ട്രിപ്പിൾ തലാഖ് നല്ലതാവണ ഒക്കേഷൻസ് കുറേ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മുസ്ലിംസിന് അത് നടത്താൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരു അഡൾട്ടറി നടന്നു കഴിഞ്ഞാൽ അത് പ്രൂവൺ അഡൾട്ടറി, അതായത് വിത്ത് പ്രൂഫ് എല്ലാം മനസ്സിലാക്കിയിട്ടും നമുക്ക് ട്രിപ്പിൾ തലാഖിലൂടെ അയാളെ പുറന്തള്ളാൻ പറ്റില്ല, ആ ലേഡീനെ പുറന്തള്ളാൻ പറ്റില്ല. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹസ്ബൻഡിനോട് തന്നെ മീഡിയേറ്റേഴ്സിനൊക്കെ വെച്ചിട്ട് ട്രിപ്പിൾ തലാഖ് ചെല്ലാൻ പറയാൻ പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. അത് അങ്ങനെ വരുമ്പോൾ ട്രിപ്പിൾ തലാഖ് നല്ലതായിരുന്നു എന്ന് വെച്ചിട്ട് ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായി. ഒരു ലേഡി അതിൻ്റെ ഹസ്ബൻഡിനെ വേണമെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ ചെന്നു, റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഹസ്ബൻഡ് വന്നിട്ട് വടക്കാഞ്ചേരി കോടതിയിലാണ് മറ്റുമാണ് ഉണ്ടായത്. ആ ഹസ്ബൻഡ് വന്നിട്ട് നേരെ വന്നു, ട്രിപ്പിൾ തലാഖ ചൊല്ലി. അപ്പോൾ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ് അങ്ങനെ പോയി. അയാൾക്ക് ഭാര്യനെ വേണോ വേണ്ടതെന്ന് പോലും അയാൾക്ക് ആലോചിക്കാനുള്ള നേരം പോലും അയാൾ നോക്കിയില്ല. പകരം ട്രിപ്പിൾ തലാഖ് ചൊല്ലി ബന്ധം വിട്ടു. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള റീസൺ പോലും ഇല്ലാതെ ട്രിപ്പിൾ തലാഖ് ചെല്ലുന്നത് വളരെ കഷ്ടമാണ്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഇനി ഖുലേനെ കുറിച്ച് പറയാം. ഖുല എന്ന് പറഞ്ഞാൽ ഒരു ലേഡിക്ക് അതിൻ്റെ ഹസ്ബൻഡിനെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈറ്റാണ്. ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഖുറാൻ തന്നിട്ടുള്ളത്. പക്ഷേ ആ ഒരു റൈറ്റ് എപ്പോഴും മൂടി വയ്ക്കപ്പെട്ടതാണ്. ഞാൻ തന്നെ അറിഞ്ഞത് ഞാൻ LLB സ്റ്റുഡൻ്റ് ആയതിനു ശേഷമാണ്. മുസ്ലിം ലോ പഠിക്കണം എന്നർത്ഥമാണ് അറിഞ്ഞത്. ഇങ്ങനെ ഒരു റൈറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അത്യാവശ്യം റിലീജിയസ് വീഡിയോസും ഒക്കെ കാണുന്ന ഒരാളാണ്. എന്നിട്ട് പോലും ഞാൻ പോലും അറിഞ്ഞത് ആ സമയത്ത്. ഈവൻ വീട്ടിലും കുറച്ച് പ്രോഗ്രസീവായ ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഉമ്മാക്കോ വലിയമ്മാക്കോ അല്ലെങ്കിൽ എൻ്റെ ബന്ധത്തിലുള്ള മുസ്ലിം പെണ്ണുങ്ങൾക്കോ ഈ ഖുലേനെക്കുറിച്ച് വല്ല വിവരമുണ്ടോ എന്ന്. അവർ അങ്ങനത്തെ സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ മീഡിയേറ്റേഴ്സിനെ വെച്ചിട്ടൊക്കെ പല പ്രയാസങ്ങളും നേരിട്ടിട്ടുണ്ട് പലരും. അപ്പോൾ ഖുലെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ഒരു ലൈവ് വീഡിയോ കണ്ടു, അതിൽ പലരും ഖുലേനെ പറ്റി ചോദിക്കുന്നത് കണ്ടു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ മഹർ തിരിച്ചു കൊടുക്കണമെന്നുള്ള, മഹർ തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത പെണ്ണിനില്ല ഖുലയിൽ. പക്ഷേ
സാധാരണഗതിയിൽ മഹറാണ് തിരിച്ചു കൊടുക്കാറ്. മഹർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീയെ സെക്ഷലി ആ സ്ത്രീയുടെ കൂടെ കിടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വാഗ്ദാനമാണ് മഹർ. ഇപ്പോൾ എൻ്റെയൊക്കെ കല്യാണ ആലോചന സമയത്ത് ഞാൻ എൻ്റെ ഉപ്പാനോട് പറഞ്ഞു, ഉപ്പാ ഒരു പവനോ അല്ലെങ്കിൽ 110 രൂപയ്ക്കോ ഒന്നും എന്നെ കല്യാണം കഴിച്ച് കൊടുക്കരുത്, അന്തസ്സായിട്ടുള്ള മഹർ വാങ്ങിയിട്ട് കൊടുക്കാവൂ എന്ന് പറഞ്ഞു. കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ നീങ്ങും. അപ്പോൾ മഹറിൻ്റെ പൈസ ഇപ്പോൾ സാധാരണ 110 രൂപയൊക്കെയാണ് മഹർ എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യത്തില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ഖുറാനാണ് മഹറായി കൊടുക്കണം. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭയങ്കര തട്ടിപ്പാണ്. സ്ത്രീക്ക് ഒരു വിലയിൽ, ഖുറാൻ്റെ വില അല്ലല്ലോ, ഖുറാൻ എന്ന് പറയുന്നത് നമുക്കൊരു വില നിശ്ചയിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ ആ സ്ത്രീക്ക് ഫിനാൻഷ്യൽ ഇതൊന്നുമില്ല. റിലീജിയസ് എന്ന് പറഞ്ഞാൽ ഖുറാൻ എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കിട്ടാവുന്നൊരു പുസ്തകമാണ്. സാധാരണ ഒരു 5 പവനോ അല്ലെങ്കിൽ 6 പവനോ. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു 1.5 കൊല്ലം മുന്നേ ഞാൻ കണ്ടു, ഒരു 100 പവൻ മഹർ കൊടുക്കുന്ന ഒരു കല്യാണത്തിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 100 പവൻ മഹർ കൊടുക്കണം എന്നൊന്നും ഞാൻ പറയില്ല, എന്നാലും ഒരു റീസണബിൾ എമൗണ്ട്. അതാണ് അതിൻ്റെ ഒരു വേ ഓഫ് മാരേജ്. അത് പെൺകുട്ടിക്കാണ് മഹർ കൊടുക്കേണ്ടത്, അല്ലാതെ പാപ്പാക്കോ ആങ്ങളയ്ക്കോ ഒന്നുമല്ല. പിന്നെ കുല എന്ന് പറയുമ്പോൾ ആൾക്കാരെന്താ വിചാരിക്കുക വെച്ചാൽ ആ മഹർ തിരിച്ചു കൊടുത്തിട്ട് ഈ വളരെ ടോക്സിക്കായൊരു മാരേജിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ്. അല്ല, അവൾക്ക് ഹസ്ബൻഡിൽ നിന്ന് ആ ഡിവോഴ്സ് റൈറ്റ് പർച്ചേസ് ചെയ്യണം. അപ്പോൾ അതിന് ഹസ്ബൻഡിന് എത്ര എമൗണ്ട് വേണമെങ്കിലും വയ്ക്കാം. ഇറ്റ് ഡിപ്പെൻസ്. കാരണം വെച്ചാൽ ഒരു കോടി കാണാത്തൊരു ഹസ്ബൻഡ് ഒരു കോടി എനിക്ക് പൈസ തരണം, അല്ലെങ്കിൽ അവളുടെ കയ്യിൽ ഒരിക്കലും ഒരു കോടി ഇല്ലാത്ത സ്ഥിതിക്ക് അവൾക്ക് അത് വാങ്ങാൻ പറ്റില്ല, ആ റൈറ്റ് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ സാധാരണ മഹറാണ് തിരിച്ചു കൊടുക്കാറ്. പിന്നെ അതിന് അയാളുടെ വാല്യൂം കൂടെ മനസ്സിലാക്കണം. അയാളൊരു പോക്ക് കേസാണെങ്കിൽ ഈ പറയുന്ന വാല്യൂ ഒന്നും ആൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, പോടാന്നുള്ള മട്ടിൽ അയാൾ ഒഴിവാക്കുക. വേണമെങ്കിൽ കുറച്ച് ആൾക്കാരെയും കൂടെ ഇടപെടിപ്പിച്ച് അയാൾക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കുക. അങ്ങനെയൊക്കെ കുല നടത്താവുന്നതാണ്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ മുസ്ലിം ലോയിൽ സ്ത്രീകൾക്കും റൈറ്റ് ഉണ്ട് ഡിവോഴ്സ് ചെയ്യാൻ. കുല കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മാസം ഇദ്ദ പീരീഡ് ഉണ്ട്. അതിപ്പോൾ നമ്മുടെ ഫാമിലി കോടതിയിലില്ലേ 90 ദിവസത്തെ ഒരു കൂളിംഗ് പീരീഡ്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് കല്യാണത്തിൻ്റെ ഇടയ്ക്ക്, അതുപോലത്തെ ഒരു സമയമാണ് ഈ ഇദ്ദ പീരീഡ്. അതിന് മറ കെട്ടിയിരിക്കുക അങ്ങനെയൊന്നും വേണ്ട. ഷീ ക്യാൻ ഡു വാട്ട് എവർ ഷീ വാണ്ട്സ്. അപ്പോൾ ഇതൊക്കെയാണ് കുലേനെക്കുറിച്ച്.